എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഫുഡിൻ്റെ റെസിപ്പി ഒന്നല്ല കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു വ്ളോഗാണ്. ഒരു ദിവസം ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടായി എന്ന് പറഞ്ഞൊരു ബീച്ചിൻ്റെ ഇവിടെ അടുത്ത്, അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് തിരൂരാന്ന് അറിയാലോ, അപ്പോൾ അവിടെ നിന്ന് ഏകദേശം 25 മിനിറ്റോളം വരുന്നുണ്ട്. 10 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ കാട്ടുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഈവനിങ് ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിരപ്പള്ളിയിൽ പോയത് എൻ്റെ വീട്ടുകാരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീനായിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞങ്ങളുടെ ആ ഒരു കുറച്ച് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ, കൂട്ടായി ബീച്ചിലെത്തുമ്പോൾ 3:45 ആവാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ യാത്രയിൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, സിസ്റ്ററുണ്ട്, ആളുടെ മക്കളുണ്ട്, പിന്നെ ബ്രദറിൻ്റെ വൈഫുണ്ട്, മക്കളുണ്ട്, പിന്നെ ഉപ്പാടെ അനിയൻ്റെ വൈഫുണ്ട്, മകനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ആൾ വേറെ എന്തോ ഒരു ഫംഗ്ഷന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കൂട്ടായി ബീച്ചിലെത്തിയിട്ട് നേരെ സ്ട്രെയിറ്റ് നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ജാങ്കാറിൻ്റെ ഒക്കെ ആ ഭാഗമാണ് വരുന്നത്. അവിടുന്ന് വണ്ടികളടക്കം നമുക്ക് ജാങ്കാറിൽ കയറ്റി കൊണ്ടുപോകാം, ആ ഒരു ഭാഗമാണ് കേട്ടോ വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ആ ബീച്ച് സൈഡും അതുപോലെ തന്നെ പാർക്കൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ആ ബീച്ചിൻ്റെ ജാങ്കാറൊക്കെ വരുന്ന ആ ഒരു സൈഡാണ്. ഇത് ഞങ്ങൾ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഭാഗം കാട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ജാങ്കാറിൽ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകണം. ലേറ്റ് ആയ കാരണം ഞങ്ങൾ കുട്ടികളൊക്കെ ഉള്ള കാരണം പാർക്കിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാനാണ് നോക്കിയത്. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ 10 രൂപയുടെ പാസ് കൊടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് കയറുന്നത്, പെയ്ഡാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റിൽ കൂടെ നേരെ കയറി ചെല്ലുന്നത് ആ ഒരു പാർക്കിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണ് അത്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലിലിരുന്നപ്പോൾ അവിടെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് എന്നിട്ട് പറഞ്ഞ് കുട്ടികളുടെ പാർക്കാണെന്ന് പ്രത്യേകം അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ നല്ലവും ക്രൗഡഡ് ആയിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ക്രൗഡഡ് ആയിരുന്നു ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ. അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ 2 ടീമായിട്ട് മാറി, കാരണം കുട്ടികളൊക്കെ വേഗം തന്നെ ഓടിപ്പോയിട്ട് പാർക്കിൽ ഓരോ കളി സാധനങ്ങളിലൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം സെപ്പറേറ്റ് വേറൊരു ഗ്രൂപ്പായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾ ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മെല്ലെ മെല്ലെ അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ കുറേ കളിക്കുന്ന ഊഞ്ഞാലും അതുപോലെ തന്നെ കളിക്കുന്ന കുറേ ചെറിയ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടായിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ബോർഡിൽ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ഏജായ ആൾക്കാരാണ് അതിൽ കയറേണ്ടത്, ഈ പാർക്കിൽ ഓരോ റൈഡിൽ ഇരിക്കേണ്ടത്, പിന്നെ ക്ലീൻ ആക്കി നോക്കണം പാർക്ക്, വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഓരോ റൈഡിൽ കയറാനായിട്ട് പോവാണ്. അപ്പോൾ വളരെ റേറ്റ് കൂടുതലൊന്നുമില്ല, പക്ഷേ ഒരു 4-5 റൈഡിൽ ഒരുമിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് 50 രൂപ ഒക്കെയാണ് കേട്ടോ വാങ്ങുന്നത്. അതൊക്കെ കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് കാശ് മുതലാവുന്ന ഒരു പ്ലേസാണ് കേട്ടോ കൂട്ടായി ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. വലിയൊരു ടോയ് പോലെ ഉള്ളതും പിന്നെ ചാടുന്ന പോലത്തെ അങ്ങനെ കുറേ ടോയ്സുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ കളിക്കുന്ന ഇതൊക്കെ കുറച്ച് സ്പേഷ്യസ് ആയിരുന്നു, അതുകൊണ്ട് അറ്റ് എ ടൈം കുറേ അധികം കുട്ടികൾക്ക് ഇങ്ങനെ ചാടി കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നത് കാണുമ്പോൾ എനിക്കും ചാടി കളിക്കാനൊക്കെ തോന്നിയിരുന്നു. പക്ഷേ വലിയ ആൾക്കാർക്ക് ഇതിൽ കയറാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നെക്സ്റ്റ് അതേപോലെ തന്നെ വേറെ ഒരു സെക്ഷനിലുള്ളതാണ് ട്രെയിൻ പോലെ, അതും നല്ലതായിരുന്നു. പക്ഷെ അതിൽ കയറുന്നതിന് മാത്രമായിട്ട് 50 രൂപയോളം വാങ്ങുന്നുണ്ടായിരുന്നു ഒരാൾക്ക്. മറ്റേത് ഒരു 4-5 ടോയ്സ് പോലത്തെ കളിക്കുന്നതിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ 50 രൂപ ഉണ്ടായിരുന്നത്. അത് ഭയങ്കര ലാഭമായിരുന്നു. പിന്നെ ഈ വലിയ ഒരു റബ്ബറിൻ്റെ പോലത്തെ ഒരു റൈഡ് പോലത്തെ ആയിരുന്നു. അതിൽ കുട്ടികളിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഏണി പോലത്തെ കൂടെ ഇങ്ങനെ കയറിയിട്ട് നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഒഴുകുന്ന പോലെയുള്ള
റബ്ബറിൻ്റെ സ്ലോപ്പ് പോലുള്ള ഭാഗത്ത് കൂടെ ഇങ്ങനെ നിരങ്ങി വരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കുട്ടികളെ കയറ്റുമ്പോൾ നമ്മളൊപ്പം തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കണം. കാരണം കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ ചാടുമ്പോൾ വീഴാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി തന്നെ വീഴാൻ പോയി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതിൽ തന്നെ വീഴുന്ന, കാരണം റബ്ബറിൻ്റെതായ കാരണം കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ കുട്ടികൾ മത്സരിച്ച് കയറുന്നത് കണ്ടില്ലേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ കാരണം എല്ലാവരും മത്സരിച്ച് കയറായിരുന്നു. ഇത്താത്താൻ്റെ മോന് റിഷാന് അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇക്കാടെ മോള് ജസ്സു, ഷാനു, അവരെല്ലാവരും ഇതിൽ കയറിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഇവരെല്ലാവരും കൂടിയിട്ട് നേരത്തെ പറഞ്ഞ ട്രെയിനിൽ കയറ്റി. ട്രെയിനിൽ കയറാൻ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി 50 റുപ്പീസാണ്. അത് നല്ലൊരു ട്രെയിനായിട്ട് എനിക്ക് തോന്നിയത്. അത് കുറച്ച് വലിയ ആൾക്കാർക്കും കൂടിയിട്ട് അതിലിരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്മെല്ലിയാണ് പോവുക. നമ്മൾ മറ്റുള്ള പാർക്കിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും സ്ട്രോബെറി ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കോൺ ഉണ്ടല്ലോ, കോണാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും, ഞങ്ങൾ ടോട്ടൽ ഒരു 13 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്ട്രോബെറി കോൺ പറഞ്ഞു. അപ്പോൾ ഐസ്ക്രീം മാത്രമല്ല, അവിടെ തന്നെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മളുടെ ഈ പിക്കിൾസൊക്കെ ഉണ്ടല്ലോ, മാംഗോ, അതുപോലെ തന്നെ പൈനാപ്പിൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ട് വെച്ചതുണ്ട്. അതുപോലെ തന്നെ പോപ്കോൺ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഐസ്ക്രീമാണ് കേട്ടോ എല്ലാവരും കൂടി കഴിച്ചത്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആ പാർക്കിനോട് ചേർന്നിട്ടുള്ള ബീച്ചിലേക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അത് വരുന്നത് പാർക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ പാർക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ബീച്ച് പോലെ തന്നെ, ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബീച്ച് കാണുന്നത്. എൻ്റെ വീട് കുന്നംകുളമായ കാരണം അവിടെ അടുത്ത് തന്നെ ഗുരുവായൂർ, ചാവക്കാട് അങ്ങനെ കുറേ കടലുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബീച്ച് കാണുന്നത്. ബീച്ചിൽ ഞങ്ങൾ കുറേ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കി, കാരണം ലേറ്റായി തുടങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ വേഗം വീട്ടിലേക്ക് പോകാമെന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇത്താത്താക്ക് തിരിച്ച് മൂപ്പരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയിൽ അവിടെ ഉണ്ടായിരുന്ന ആ പാർക്കിൻ്റെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് പോലെ ഉണ്ടായിരുന്നു. കുറച്ച് സ്റ്റെപ്പൊക്കെ ആയിട്ട് അവിടെ ഇതുപോലെ തന്നെ കുഞ്ഞ് പോലീസുകളുണ്ടല്ലോ, അവരുടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ഏതോ ഒരു സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തോ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ടൈം ഞങ്ങളത് കണ്ടു അവിടെ ഇരുന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുന്ന ടൈം സൂര്യാസ്തമയത്തിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. ഫോണിൽ ബ്രൈറ്റ്നെസ് കാരണം കൂടുതൽ ലൈറ്റ് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ ടൈമായിട്ടും ആരും പോയിട്ടൊന്നുമില്ല. പിന്നെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 9 മണി വരെ ഉണ്ട് തോന്നുന്നുണ്ട് ഈ പാർക്കും അതുപോലെ തന്നെ ഈ ബീച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ആ ടൈം ആകുമ്പോഴത്തേനും പോവായി. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് വേറെ ഒരു വീഡിയോയിൽ ഇതുപോലെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എടുത്ത കുറച്ച് പിക്ക് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൊടുന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങൾ കിട്ടുന്ന സ്ഥലമുണ്ട്, ചായ കിട്ടുന്നുണ്ട്, പിന്നെ കൂടുതൽ പിക്കിൾസൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാംഗോയും പിന്നെ പേരയ്ക്കയും ഒക്കെ നല്ല ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഞങ്ങൾ പോകുന്ന ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. Thank you.